നമ്മള് പോകുന്ന സ്ഥലത്തിന്റെ പേരെന്തായിരുന്നു? ഹലോ എവ്രിവൺ. സോ ഞാൻ എന്റെ കഴിഞ്ഞ വ്ലോഗില് എന്റെ ഒരു ഫ്ലോപ്പ് സൺഡേ ഈവനിങ് കണ്ടായിരുന്നോ? കഴിഞ്ഞ സൺഡേ അല്ല, കഴിഞ്ഞതിന്റെ മുന്നത്തെ സൺഡേ. കഴിഞ്ഞ സൺഡേയും സാറ്റർഡേയും ഒക്കെ വെറുതെ അങ്ങ് പോയി, കാര്യം നമുക്ക് സുഖമില്ലായിരുന്നു. സോ ഈ സൺഡേ ഇന്നലെ സാറ്റർഡേ ആയിരുന്നു. ഇന്നലെ ഇവിടെ പ്രൈം മിനിസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നത് കൊണ്ട് ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് ഒക്കെ ആയതുകൊണ്ട് ഞങ്ങൾ വെളിയിലേ ഇറങ്ങിയില്ല. സോ ഇപ്പം ഇന്ന് സൺഡേ ആണ്, സമയം ഒത്തിരി ലേറ്റ് ആയി. ബട്ട് സ്റ്റിൽ വി തോട്ട് ഓഫ് ഗോയിങ് ടു അറക്ക് വാലി. സോ അറക്ക് വാലിനെ പറ്റി എനിക്ക് സാധാരണഗതിയിൽ ഞാൻ ഇപ്പം എവിടെയെങ്കിലും പോകാൻ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മിക്കവാറും അത് ക്രിസ്റ്റി ആയിരിക്കും പ്ലാൻ ഇടുന്നത്. അപ്പൊ ഞാൻ അതിന്റെ പുറകെ ഇങ്ങനെ പെട്ടെന്ന് എന്റെ ബ്രെയിൻ അവിടെ ഞാൻ സ്റ്റോപ്പ് ചെയ്യും. പിന്നെ എന്റെ ബ്രെയിൻ വർക്കേ ചെയ്യത്തില്ല, ഞാൻ ഇങ്ങനെ അങ്ങ് പോകും. സോ ഇന്നിപ്പോ ഞാൻ വ്ലോഗ് ഒക്കെ ചെയ്യുന്നതുകൊണ്ട് ഞാൻ വിക്കിപീഡിയയോട് ചോദിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുവാണ്, നമ്മൾ ഒരുമിച്ച് മനസ്സിലാക്കാൻ പോവാണ്. അറക്ക് വാലി ഈസ് എ ഹിൽ സ്റ്റേഷൻ ഇൻ ദി അലൂരി സീതാരാമ രാജു ഡിസ്ട്രിക്ട് ഓഫ് ആന്ധ്രാപ്രദേശ്. ഇവിടുന്ന് ഇവിടെയാണ് നമ്മൾ പോകുന്നത്. കാണുന്നുണ്ടോ? ഹിൽ സ്റ്റേഷൻ ആണ് ബേസിക്കലി. അപ്പൊ പോകാം. പോകുന്നതിന് മുമ്പേ അപ്പൊ ഇതെന്തിനാ പോകുന്നതെന്നറിയാം. ഈ ഒരാൾ തലക്കിട്ട് ഇടിച്ചു കഴിഞ്ഞാൽ അയാൾക്കിട്ട് തിരിച്ചൊരു ഇടി കൊടുത്താൽ അതൊന്ന് സെറ്റ് ആവുമെന്ന് പറയത്തില്ല. അതുപോലെയാണ് എന്റെ കാര്യം. എനിക്ക് അന്ന് ഫ്ലോപ്പ് ആയിട്ടുള്ള ഒരു ഈവനിങ് ആയിരുന്നില്ലേ, അത് നികത്തണമെങ്കിൽ, അതെന്റെ മനസ്സിൽ നിന്ന് അതിന്റെ ഭാരം ഒഴിയണമെങ്കിൽ ഞാൻ എവിടെയെങ്കിലും പോയി ഒന്ന് എൻജോയ് ചെയ്ത് മഥാലസയായിട്ട് ഇങ്ങനെ ഇരിക്കണം. സോ ലെറ്റ്സ് ഗോ. എടാ, ഈ ബിസ്ക്കറ്റ് ഇപ്പൊ തന്നെ തിന്നു തീർത്താ പിന്നെ വിശക്കുമ്പോ എന്ത് തിന്നും? അതാണ് അമ്മയും പറയുന്നത്. അപ്പൊ ആകാശത്ത് നോക്കിയിരിക്കാം കേട്ടോ. മണമണയല്ല കണ്ണാ, ആപ്പിൾ. കറക്റ്റ്. Cucumber. പറഞ്ഞ പോരാ. Cucumber. Potato. Tomato. Putu ആണോടാ? Banana. പിത്തയോ? Sam. Mama. Baba. Sam പറ. Sam June. എന്തേലും മധുരമുള്ള സാധനം കിട്ടിക്കഴിഞ്ഞാൽ ഇഷ്ടമായോന്ന് ചോദിച്ചാൽ പോലും അവൻ മിണ്ടത്തില്ല. അത്രയും ഇഷ്ടമാവന്. കരിമ്പ് പറഞ്ഞ കരിമ്പ് പറ. ഇത് ഐസ് ഇടാതെയാണേ മേടിക്കുന്നത്. ഐസ് മോശമെന്നാണല്ലോ പറയുന്നത്, പക്ഷെ എനിക്ക് ഇച്ചിരി തണുത്താണ് കുടിക്കാൻ ഇഷ്ടം. പക്ഷെ കെമിക്കൽസ് ഒക്കെ ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. പൊന്തട്ടെ ആഘോഷ പ്രകമ്പരം അടിക്കടാ. അർമാദമാർക്കു പൊന്തട്ടെ ആഘോഷ പ്രകമ്പരം. ആർക്കും ആഘോഷ പ്രകമ്പരം. അറിയില്ലടാ, കുടിച്ച കള്ളമൊന്നും പറയില്ലടാ. അവിടെ ഞങ്ങൾ നിർത്തിയിട്ട് ഫുഡ് കഴിക്കാൻ പറഞ്ഞു. ഇനി കാണുന്ന സ്ഥലത്ത് നമുക്ക് കഴിക്കാം.
ബൈ. അമ്മ മാറ്റിത്തരാം, ഡയപ്പർ മാറ്റിത്തരാം. വാ വാ കണ്ണാ. സാമുവേ ചെറുതായിട്ട് കാര്യം സാധിച്ചതുകൊണ്ട് നിന്നിടത്ത് നിന്ന് അനങ്ങുന്നില്ല. ഭക്ഷണം അതീവ ദയനീയമായിരുന്നു. വളരെ മോശം ഫുഡ്. ഭയങ്കര എരിയാ. സാമു നീ അപ്പിയിട്ടോടാ, നീ അപ്പിയിട്ടോ. ഷുട്ടി നീ അപ്പിയിട്ടോ. സാമു ഉറങ്ങാൻ പോവാണോടാ? നീ ഉറങ്ങുവാണോടാ? ഉറങ്ങുവാണോ? ഓക്കെ ഓക്കെ. പിന്നെ അവിടെ ഉണ്ണിയപ്പം ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഉണ്ണിയപ്പം പോലത്തെ ഏതാണ്ടൊക്കെയോ അപ്പങ്ങള്, നെയ്യപ്പം, ഉണ്ണിയപ്പം, എണ്ണ. പക്ഷെ ഇവിടെയാ ഇറങ്ങണോ? വേണ്ട, നമുക്ക് അറക്കുവാലി ഒന്ന് കണ്ടിട്ട് പിന്നെ വൈകുന്നേരം ചായ വെള്ളം കുടിക്കാം, അരക്കോണം കോഫി കുടിക്കാം. അങ്ങനെ ഫൈനലി ഞങ്ങൾ അറക്കുവാലിയിൽ എത്തിയിട്ടുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് ഞങ്ങൾ 1-2 പോയിന്റ്സ് ഒക്കെ കണ്ടേ. ഞങ്ങൾ അവിടെയൊന്നും കേറിയില്ല. നോക്കിയോ എന്നെ. എന്ത് ഭംഗിയാടാ കാണാൻ. അങ്ങനെ ഫൈനലി ഞങ്ങൾ അറക്കുവാലിയിലെത്തി. എന്താടാ അത്? എന്താ ഇത്? ട്രെയിൻ. ടാറ്റ പറ. ട്രെയിൻ എങ്ങനെയാ പോകുന്നത്? എങ്ങനെയാ പോകുന്നത് ട്രെയിൻ? ട്രെയിൻ എങ്ങനെയാ പോകുന്നത്? ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു കോഫി ഉണ്ട്. പിന്നെ ഗ്ലാസ് അടച്ചോ, ഇല്ലെങ്കിൽ എന്റെ സ്ട്രോ പുറത്ത് കിടക്കും. ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു കോഫി ഉണ്ട്. ആ കോഫിയുടെ പേര് അരക്കോണം കോഫി എന്നാണ്. ഇപ്പം എനിക്ക് തോന്നുന്നത്, എനിക്ക് എന്റെ ഒരു ഗസ് ആണ്, ഞാൻ ശരിയാണെങ്കിൽ പിന്നെ ഞാൻ വിക്കിപീഡിയ നോക്കിയിട്ട് പറയാം. ഈ സ്ഥലത്തിന്റെ പേര് അറക്ക് വാലി എന്നല്ലേ. അപ്പൊ ഇവിടുത്തെ കോഫി, ഇപ്പൊ നമ്മള് ഒരു കോഫി ഗാർഡന് കഴിഞ്ഞു വന്നു. അപ്പൊ കോഫി പ്ലാന്റേഷൻ, അവിടെയുള്ള കോഫി പ്ലാന്റേഷനിൽ നിന്നുള്ള കോഫിയുടെ കോഫി ആയിരിക്കാം ചിലപ്പോ അരക്കോണം കോഫി, പറയാൻ പറ്റില്ല. സോ അരക്കോണം കോഫി ഈസ് വെരി ഫേമസ്. ഇവിടെ എല്ലായിടത്തും ഇങ്ങനെ കാണാം, അരക്കോണം കോഫി ഇവിടെ കിട്ടും, ഇവിടെ കിട്ടും എന്ന് എഴുതി വെച്ചിട്ടുണ്ടോ. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിന് മുന്നേ ഞങ്ങൾ 2-3 പോയിന്റ്സ് ഒക്കെ ക്രോസ് ചെയ്ത് വന്നു. ഒരു കോഫിയുടെ പ്ലാന്റേഷൻ ഒക്കെ ഉള്ളൊരു സ്ഥലം, പിന്നെ അതുപോലെ കുറച്ച് വ്യൂ പോയിന്റ്സ് 2-3 ഒക്കെ കടന്നു. നമ്മൾ അവിടെ ഒന്നും ഇറങ്ങിയില്ല. പിന്നെ ഒരു ചെറിയൊരു ക്യൂട്ട് ടൗൺഷിപ്പ് ഒക്കെ കണ്ടേ അതിന്റെ നടുക്ക്, ഒരു വില്ലേജ് സെറ്റപ്പ്. നമ്മൾ എത്രയോ കാലം പുറകോട്ട് ഒരു വിന്റേജ് വൈബ്. ഞങ്ങൾ അവിടെ ഇറങ്ങിയില്ല. അവിടെ ഇറങ്ങണം, പിന്നെ മഴ പെയ്യുന്നു. സോ ഇനി തിരിച്ചു പോകുമ്പം എവിടെയെങ്കിലും ഒക്കെ ഒന്ന് ഇറങ്ങണം. ഇപ്പം ഞങ്ങളിങ്ങനെ കണ്ട് പോവുക ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ ലേറ്റ് ആയാൽ പിന്നെ മുകളിലേക്ക് എത്തുമ്പോഴത്തേനും ഭയങ്കര ലേറ്റ് ആവൂലോ വിചാരിച്ചിട്ട്. സോ ഇപ്പൊ ഞങ്ങളിങ്ങനെ വാലിയിൽ കൂടെ വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്നു. സമയം എത്രയായിന്നോ? സമയം is 4. പെട്ടെന്ന് അങ്ങ് തണുപ്പായി. 22 ഡിഗ്രി ആയി. അപ്പം പെട്ടെന്ന് ആ ചൂടത്തുനിന്നേ നല്ല തണുപ്പും മഴയും അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തിയപ്പോ നല്ല സുഖം. തലയ്ക്കകത്ത് നല്ല ചൂടായിട്ട് ഇരിക്കുവായിരുന്നു. ഇതിനു മുന്നേ ഞങ്ങൾ ഒരു തവണ കൊച്ചിന്ന് മൂന്നാർ പോയി. അതെന്റെ ലൈഫിൽ ഞാൻ ഒരിക്കലും ഫോർഗെറ്റ് ചെയ്യാത്ത ഒരു ട്രിപ്പാണ്. ആ സമയത്ത് ഞാനിങ്ങനെ ഭയങ്കര സ്ട്രെസ്സിലിരിക്കും. എന്തിനാ സ്ട്രെസ് എന്ന് ചോദിച്ചാൽ, ഒരു കുഞ്ഞിനെ കൊണ്ട് നമ്മൾ ഇരിക്കുമ്പോഴേ ഒന്നും ചെയ്യാതെ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഉള്ളിലൊരു എന്താ ചെയ്യുന്നത്, ഭയങ്കര കൺഫ്യൂഷൻ. അങ്ങനത്തെ ഒരു കൺഫ്യൂസ് സ്റ്റേറ്റിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഉണ്ട് എന്താ തലയിലോടുന്ന വെള്ളം വീഴുന്ന പറഞ്ഞാൽ അടച്ചില്ല. ഓക്കെ അതാ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ബ്രേക്ക് എടുക്കാൻ നമുക്കൊരു 2 ദിവസം വീക്കെൻഡിന്റെ സമയത്ത് ഞങ്ങള് മൂന്നാർ പോയി. മൂന്നാർ നമ്മളിങ്ങനെ എത്തി, ഇങ്ങനെ ആ ചൂടുള്ള ഭയങ്കര ആ സമ്മറിന്റെ പീക്ക് ടൈമിലാണ് നമ്മളുള്ളത്. അപ്പൊ പീക്കായിട്ടില്ല, എന്നാലും തൊട്ട് മുന്നേ, എന്നാലും ഭയങ്കര ചൂടാ.
അപ്പൊ ഇങ്ങനെ നമ്മൾ ആ മൂന്നാറിലേക്ക് ഇങ്ങനെ കേറിയപ്പോഴത്തേക്ക് സാംകുട്ടൻ എന്റെ മടി കിടന്ന് ഉറങ്ങുക, ഒരു ശല്യവും ഇല്ല. ആ, അപ്പൊ ഇങ്ങനെ തണുത്ത് വന്ന് നല്ല മഞ്ഞ പൂക്കളും പിങ്ക് പൂക്കളും ഉള്ള മരങ്ങളൊക്കെ ഇങ്ങനെ സ്പോട്ട് ചെയ്തു. എന്തൊരു റിലാക്സ്ഡ് ആയി. എനിക്കൊരു ഒരു മെഡിറ്റേറ്റീവ് ഫേസിൽ ഞാൻ എത്തിയായിരുന്നു ആ ഒരു മൊമെന്റിൽ. ഞാൻ അത്രയും കൂടുതൽ റിലാക്സ് ചെയ്ത ഒരു ട്രിപ്പ് എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല. ഐ ജസ്റ്റ് എൻജോയ്ഡ് ദാറ്റ് മൂന്നാർ ട്രിപ്പ്. ഞാൻ അത് ഇപ്പോഴും ചെറിഷ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇവിടെ എത്തിയപ്പോഴും അത്രയും ഇല്ല, ബിക്കോസ് ഞാനിപ്പോ വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലായതുകൊണ്ട് അത്രയും ഒരു ഹോട്ട് പോട്ട് ആയിട്ടല്ല ഞാനിപ്പോ ഇരിക്കുന്നത്. ഹോട്ട് പോട്ട് അല്ല, കുക്കറായിട്ടല്ല ഇരിക്കുന്നത്. അതുകൊണ്ട് ഒരു പ്രഷർ കുക്കർ അല്ലാത്തത് കൊണ്ട് ഓക്കെ. പക്ഷെ എന്നാ പോലും തലയ്ക്കകത്തുള്ള കുറച്ച് ചൂടുള്ള എയർ ഇങ്ങനെ വെളിയിലോട്ട് പോയിട്ട് കുറച്ച് കൂൾ എയർ അകത്തേക്ക് കയറുന്നുണ്ട്. അപ്പൊ കുറച്ച് തിങ്സ് ആർ ഓൾ ഇൻ ലൈൻ നൗ. പൊന്നെ നോക്കി ഇതെന്നായിരുന്നു? എക്സ്കവേറ്റർ അല്ലല്ലോ, ക്രെയിൻ. അറക്കുവാലി ടൗണിനെക്കാട്ടിലും, അറക്കുവാലി ടൗൺ ഒരു സാധാരണ ടൗൺ, ഗാജുവാക്ക പോലെ, അത്രയും വലുതല്ല. സ്റ്റിൽ എന്തോ മീഡിയം. സോ ഞാൻ പറഞ്ഞില്ലേ അറക്ക് ഗോൾഡ് കോഫി, അത് ആക്ച്വലി പറഞ്ഞ എല്ലായിടത്തും ഞാൻ ഗാജുവാക്കയിൽ ഒത്തിരി സ്ഥലത്ത് അത് കണ്ടിട്ടുണ്ട്. ഞങ്ങൾ ഫൈനലി ഇപ്പൊ ഒരു സ്ഥലത്തുനിന്ന് അത് കുടിക്കാൻ വന്ന, ഇവിടെ വലിയ തിരക്കൊന്നുമില്ല, പക്ഷെ കുടിച്ചു നോക്കാം. ഗാജുവാക്ക വന്നതിന് ശേഷം, എനിക്ക് ആന്ധ്രാപ്രദേശിൽ വന്നതിന് ശേഷം ഇപ്പൊ ഈ കോഫി ഇല്ലേ, ഈ അറക്കോണം കോഫി എന്ന് പറഞ്ഞ കുടിക്കുന്നു. ആളാ തേലിയാമ്മ ഉണ്ടാക്കുന്ന കോഫി പോലത്തെ ഒരു സാധനം വരും. സേലിയാമ്മ ഉണ്ടാക്കുന്ന പോലത്തെ ഒരു കാപ്പി ഇപ്പൊ വരും. അങ്ങനെ നമ്മുടെ അരക്കോണം കോഫി ഇവിടെ വന്നിരിക്കുകയാണ്. ഇനി ഞാനിത് കുടിച്ച് പുളകിതയാവാൻ പോവുകയാണ്. ഒരു മിനിറ്റ്, ഒന്ന് ക്യാമറ ഞാൻ തിരിച്ചു വെക്കാം. ഇത് കുടിക്കാൻ പോവാണ്. ദിസ് ഈസ് ഗുഡ് പന്നെ. അല്ല കേട്ടോ, അമ്മ ഉണ്ടാക്കുന്ന പോലെ അല്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. ആ, എന്തോ ഒരു മണവും ഒരു ഫ്ലേവറും ഉണ്ട്. നല്ല കാപ്പി. സാമു, look at the mess you made. എന്നാലും എന്റെ സാമുക്കുട്ട, നീ ഇത്രേ ഹോർലിക്സ് അവിടെ വെക്കുമല്ലേ? നീ എടുത്തു കുടിക്ക് രണ്ട് കൈ കൊണ്ടും. കെയർഫുൾ, ജെന്റിൽ, രണ്ട് കൈ കൊണ്ട് പിടിക്ക. ആ, ഗുഡ് ബോയ്. പിടിക്ക. सब मिलेगा, कॉफी प्रोडक्ट सब मिलेगा, थोड़ा कॉस्ट ज्यादा है, ठीक है। नाम क्या है? आप पिया ना, हाँ। उसका नाम अरबिका। अरबिका ग्रेड्स होता है, कॉफी बीन्स में ग्रेड्स होता है। और मुझे नहीं पता है, दो होता है, रोबस्टा और अरबिका, 2 ग्रेड्स होता है इसमें। दीदी, ये अरकोणम ये कॉफी क्या स्पेशलिटी यहाँ का है ये कॉफी? ओके, लोकल बीन्स का है। ओ, सो अरक ये प्लेस का नाम है वो कॉफी का, अरकोणम कॉफी. ओके, अरक वाली कॉफी. ओके. अरकू गोल्ड इसलिए रखा था, यहाँ लोकल का बीन्स का बनता है ना, ओके, इसीलिए गोल्ड रखा था। हमारे सर का कॉफी अच्छा है, ओके, वो पसंद करते हैं. അരക്കു ഗോൾഡ് കോഫി, ഓക്കെ, ലോക്കൽ ബീൻസ്. ഞാൻ പറഞ്ഞത് ശരിയാ കേട്ടോ. ആക്ച്വലി ഞാൻ ഉദ്ദേശിച്ചതല്ലേ ആ അറക്കോണം, അറക്ക് കോഫി, അത് തന്നെയാണ് ഈ സംഭവം. അറക്കോണം കോഫി എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടാക്കുന്ന ലോക്കൽ ബീൻസ് എന്നുള്ള കോഫി. അല്ലായിരുന്നു? വാടാ, നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് പറയട്ടെ. പൊന്നു മിണ്ടാതിരിക്കണം, ഇങ്ങനെ പിടിക്കും, ഇങ്ങനെ പറയട്ടെ. ആ, പൊന്നു പിടിച്ചോ. ആ, ഇപ്പൊ നമ്മളുണ്ടല്ലോ, നമ്മൾ എങ്ങോട്ടാ പോകുന്നേ?
നമ്മള് അതെ അവിടെ ഇല്ലേ നമ്മളിപ്പൊ കുടിച്ച കോഫിയുടെ നമുക്ക് പൊന്നു അങ്ങനെ മാറ്റില്ല കണ്ണാ. നമ്മൾ അവിടുന്ന് കോഫി കുടിച്ചില്ലേ, അപ്പൊ ഞങ്ങൾക്ക് കോഫി നന്നായിട്ട് ഇഷ്ടപ്പെട്ട, ശരിക്കും നല്ലതായിരുന്നു. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇവിടെ ഉണ്ടാക്കുന്ന സാധനമാണല്ലോ, അപ്പം അതിന് അതിൻ്റെതായ ഒരു ക്വാളിറ്റി ഉണ്ട്. അപ്പൊ ഞങ്ങൾ അത് എവിടുന്ന് മേടിക്കാൻ കിട്ടുമെന്ന് ചോദിച്ചപ്പോ അവിടുത്തെ ആന്റി പറഞ്ഞു ഇങ്ങനെ അറക്ക് കോഫി മ്യൂസിയം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, തൊട്ടടുത്ത് തന്നെയായിരുന്നേ. അപ്പൊ ഞങ്ങൾ അവിടെ വന്നതാ. ഇവിടെ ഇങ്ങനെ ഒരു വൈബാണ്, കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്, നല്ല രസമുണ്ട്. ഞാനൊന്ന് ചുറ്റി നടന്ന് കാണുവാണ്, എല്ലാം ഭയങ്കര അട്രാക്റ്റീവ് ആണ്, ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ. ഇതൊക്കെ നല്ല രസം കാണാൻ, പിന്നെ വൈബായിട്ടുണ്ടേ. കളറൊക്കെ എന്റെ ബോഹോ വൈബിന് സ്യൂട്ട് ചെയ്യുന്ന സംഭവങ്ങൾ. ഐ വിൽ ബി ബൈയിങ് ദിസ്. പൊന്നെ ഐ വിൽ ബി ബൈയിങ് ദിസ്. പൊന്നെ സോ ക്യൂട്ട്. ഹൗ മച്ച്? 190 for one. Wow! Singapore? Oh my god! ഇത് ഓടൂല. ഈ ഒരു മ്യൂസിയം, ഇതാണ് ശരിക്കും കോഫി മ്യൂസിയം കേട്ടോ. ഇവിടെ എങ്ങനെയാണ് ഈ കോഫി ഇവിടെ വന്നതെന്നും അതിന്റെ ഒരു ഹിസ്റ്ററി ഒക്കെ എഴുതിയിട്ടുണ്ട്. വി ആർ റണ്ണിങ് ഔട്ട് ഓഫ് ടൈം, സോ ഐ ഡോണ്ട് ഹാവ് ടൈം ടു റീഡ് ഓൾ ദാറ്റ്, ബട്ട് ഐ ബി ബൈയിങ് ദ കോഫി ആൻഡ് എക്സ്പീരിയൻസിങ് ഇറ്റ്. നല്ല ഭംഗിയുണ്ട് ഈ സ്ഥലം കാണാൻ, നല്ല തണുപ്പുണ്ട് കേട്ടോ. സോ നമ്മൾ കോഫി പൗഡർ മേടിക്കാൻ പോവാണ്. ഇതിനകത്ത് നോക്ക്, ഇതെന്ന് പറഞ്ഞാൽ റൂട്ട് പൗഡർ ആണ്, ചിക്കോരി. സോ ഇത് 55 കോഫി, 45 ചിക്കോരി ആയിരിക്കും. അപ്പൊ നമുക്ക് വേണ്ടത് പ്യുവർ കോഫി. ഇപ്പൊ നമ്മൾ കുടിച്ചത് അറബിക്കയാണ്, അത് 100% പ്യുവറാണ്. സോ അതിന് 200 ഗ്രാമിന്റെ വിലയാണ് 350 രൂപ. സോ നമുക്ക് 200 ഗ്രാം എടുക്കാം. അതും ഒരു ടൈപ്പും കൂടെ എടുക്കാം കേട്ടോ. കോൾഡ് കോഫി ആണോ അതോ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് ഇതാ പീബെറി, ഇതും അതും. ഏത്? അറബിക്ക ഇതും എടുക്കാം. ഓക്കെ, സോ ഞങ്ങൾ ഡിസൈഡ് ചെയ്തു പീബെറി കോൾഡ് കോഫിയുടെയും 250 ഗ്രാം എടുക്കാം. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. വി എൻജോയ്ഡ്. ഒരു കഫേ പോലെ നല്ല രസം, ഒരു ആർട്ട് കഫേ വൈബ്. പക്ഷെ അത് ഫുള്ളായിട്ട് ആക്റ്റീവ് ഒന്നും അല്ല, ബട്ട് ഇറ്റ്സ് ക്വൈറ്റ് ഗുഡ്. അമ്മ തരാം പിടിക്കണ്ട. അവിടുന്ന് ബ്രൗണി മേടിച്ചായിരുന്നു, നല്ല ടേസ്റ്റ്. കഴിക്കടാ. നീ അതെല്ലായിടത്തും പറ്റിക്കാനാണോ? വേഗം വായിലിട. മീനിപ്പോ ഇരിക്ക.
ശരിക്കും ഇവിടെ വന്നില്ലെങ്കിൽ ഒരു മേജർ അമ്മയൊന്ന് പറയട്ടെ. സോ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത് ബ്രൗണി അല്ല, ഇത് കാപ്പിപ്പൊടിയാ കേട്ടോ, കാപ്പിപ്പൊടി. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് കാപ്പിപ്പൊടിയൊക്കെ മേടിച്ചു. എന്താടാ ബ്രൗണി തീർന്നടാ, നമ്മൾ ഒന്നേ മേടിച്ചുള്ളൂ. ഇത് കാപ്പിപ്പൊടിയാണ്. ഞാനൊന്ന് ഇറങ്ങിയതാണ്. ഇതാണ് ശരിക്കും വാലി, ഞാൻ കാണിച്ചു തരാം. ഇതാണ് അറക്കു വാലി. ഇതാണെന്ന് പറയാനല്ല, ഇത് ചെറിയൊരു പീസ് ഓഫ് അറക്കു വാലിയാണ്. നല്ല വെതർ ആണ് ഇവിടെ. 21 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇപ്പം. മഴ ഇങ്ങനെ പെയ്യുന്നുണ്ട്, മഴ തൂളുന്നുണ്ട്. ഇതൊരു ഡെവലപ്പ് ചെയ്തു വന്നോണ്ടിരിക്കുന്ന ടൂറിസ്റ്റ് സ്പോട്ടാണ്. നല്ല മഴ, നല്ല വലിയ മഴ പെയ്യാൻ പോവാണ്. ഇപ്പൊ നല്ലപോലെ നനയുന്നുണ്ട് ഞാൻ. ആകാശം നോക്കൂ, നിറയെ ക്ലൗഡ്സ്. അയ്യോ, സോ ബ്യൂട്ടിഫുൾ. ഞാനിപ്പോ അനുഭവിക്കുന്ന തണുപ്പില്ലേ, പുറത്തും അകത്തും, അത് നിങ്ങക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ? നല്ല റിഫ്രഷിംഗ് ആയിട്ട് തോന്നുന്നുണ്ടോ? കോമെന്റ്. ഞാൻ എത്ര ട്രൈ ചെയ്താലും നിങ്ങളെ ഒത്തിരി എനിക്ക് ഇതെങ്ങനെയാ ഇരിക്കുന്നതെന്ന് ഇപ്പം ഞാൻ കാണുന്ന പോലെ ഒരിക്കലും നിങ്ങൾ കാണത്തില്ല. ഞാൻ കാണുന്നത് ശരിക്കും വേറെ ലെവൽ സാധനാണ്, വേറെ ലെവൽ. ഞാൻ പെട്ടെന്ന് നമ്മൾ ഒത്തിരി സിറ്റി ആ ഒരു ഹസൽ ആൻഡ് ബസിൽ നിന്ന് വെൻ യു കം സംവെയർ ഇങ്ങനെ ഒരു സ്ഥലത്ത് വരുന്ന ഒരു തണുപ്പൊക്കെ അടിക്കുമ്പോഴത്തേന് യു ഫീൽ ദാറ്റ്, എന്താ പറയാ, അത് തന്നെ. എടാ ഏത് അമ്മക്കൊരു ഉമ്മ തന്നെ. മാ ഇത് എനിക്ക് തോന്നുന്നത് എന്താണോ, നമ്മൾ എത്രയോ കാലം പിന്നോട്ട് പോയ പോലെയുള്ളൊരു മാർക്കറ്റും ചെറിയ ചെറിയ കടകള്, ബാർബർ ഷോപ്പ്, വിൽക്കാൻ വെച്ചിരിക്കുന്ന ചക്ക, പിന്നെ അളക്കാൻ അങ്ങനെ ഇവർക്ക് അളക്കുന്ന സംഭവങ്ങളൊക്കെ ചെറിയ കുഞ്ഞി പറ പോലത്തെ ചെറിയ ഗ്ലാസ് പോലത്തെ സെറ്റപ്പ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാഴ്ച. എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി. ഇപ്പൊ ഞങ്ങള് കാർവാറിലായിരുന്നപ്പം മീൻ മേടിക്കുന്നത് കിലോ അല്ല, കിലോയിൽ ചിലര് മാത്രമേ തരുള്ളൂ. 10 മത്തിക്ക് ഇത്ര രൂപ, 12 അയിലക്ക് ഇത്ര രൂപ, അങ്ങനെയാണ് അവരുടെ കണക്ക്. അതുപോലെയാണ് ഇവിടെയും. ഇപ്പൊ ശരിക്കും മാർക്കറ്റൊക്കെ ഇവരുടെ ഈ ചെറിയ സെറ്റപ്പ് ഒക്കെ ക്ലോസ് ആയി. നമ്മൾ അങ്ങോട്ട് പോകാൻ നേരത്ത് നല്ല ലൈവ്ലി മാർക്കറ്റ് ആയിരുന്നു. ഇപ്പൊ എല്ലാം പൂട്ടി പോകുന്നതുകൊണ്ട് അത്ര വൈബില്ല. പിന്നെ ഇതിങ്ങനെ കാണുമ്പം എനിക്കറിയത്തില്ല ഇത് എത്രത്തോളം ഇത് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന്. ബട്ട് അതർവൈസ് ഇതൊരു നല്ല ഒരു വൈബുള്ള ഒരു പ്ലേസ് ആണ്. എനിക്ക് എന്റെ വൈബാണ്, ഇതൊക്കെ എന്റെ വൈബാ. ഇങ്ങനെയുള്ള സ്ഥലത്തു നിന്നൊക്കെ സാധനം മേടിച്ച് നടക്കാനൊക്കെ എനിക്കിഷ്ടമാണ്. സോ ഇന്നത്തെ ദിവസം വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ വിചാരിച്ചു ഡിമാർട്ടിലും കൂടെ ഒന്ന് വരാന്ന്. കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്, കുറച്ച് ലൊട്ടിലൊടുക്ക് സാധനങ്ങള്, ചെറിയ ചെറിയ സാധനങ്ങള്. അപ്പൊ ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരു ഡിമാർട്ട് സ്പോട്ട് ചെയ്തേ. അപ്പൊ അവിടെ വരെ വന്നതാ. ഡിമാർട്ടിൽ കേരള ചടങ്ങാണ്, എല്ലാ സാധനങ്ങളും അവര് ലോക്ക് ചെയ്യും, അങ്ങനെയൊക്കെയാണ്. പക്ഷെ സ്റ്റിൽ സാധനങ്ങള് മേടിക്കാതെ പറ്റത്തില്ല. അതുകൊണ്ട് ഇത് എക്സിറ്റാ.
ഇത് ഞാൻ സ്ഥിരം പോകുന്ന ഡിമാർട്ട് അല്ല, ഇത് ഒരു ഡിഫറെന്റ് ഡിമാർട്ടാണ്. 2-3 ഒത്തിരി ഡിമാർട്ട്സ് ഉണ്ടെന്ന് തോന്നുന്നേ. നമ്മളിപ്പോ 3 തന്നെ സ്പോട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതോ ഈ രണ്ടാമത്തെ ഇത് തന്നെയാണോ എന്ന് അറിയത്തില്ല, മൂന്നാമത്തെ ഇത് തന്നെയാണോ എന്ന് അറിയത്തില്ല. പക്ഷെ 3 ഞാൻ സ്പോട്ട് ചെയ്തെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ആൾക്കാർ ഒത്തിരി അധികം ഡിമാർട്ടിൽ വരാറുണ്ട് പർച്ചേസ് ചെയ്യാൻ. ഞാൻ വളരെ മിടുക്കിയായിട്ട് എനിക്ക് മേടിക്കാനുള്ള സാധനത്തിന്റെയൊക്കെ ലിസ്റ്റ് എഴുതിയിരിക്കുന്നത് കൊണ്ട് വളരെ ഈസി ആയിട്ട് ഇന്നത്തെ പർച്ചേസ് നടക്കുന്നതാണ്. അല്ലെങ്കിൽ ഞാൻ ഇവിടെ വന്നിട്ട് എന്താ മേടിക്കേണ്ടതെന്ന് അറിയാതെ വായും പൊളിച്ച് നിൽക്കും. എന്നിട്ട് ഇതെല്ലാം കണ്ടിട്ട് എനിക്കൊരു പരിഭ്രാന്തി വരും. കോഫി കപ്സ് കണ്ട അപ്പ എന്റെ കയ്യിൽ നിന്ന് പോകും. എനിക്ക് അപ്പ അത് വേണം. അമ്മേ ചാമ്പുട്ട മടുത്തോ? മത്തുപോയോടി അയക്കി വേണോ? ഏ ഊണില്ലല്ലോ. സ്പൂൺ അവർ തരും, അതിൻ്റെ അകത്ത് ഉണ്ടാവും. നിങ്ങൾ ഐസ്ക്രീം എന്ന് പറഞ്ഞവനെ യോഗേർട്ട് മേടിച്ചു കൊടുത്ത് പറ്റിക്കുവാണ്. സോ എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഇവിടെ ഞങ്ങൾ ഞങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ വളരെ അവിചാരിതമായി കണ്ട അങ്ങനെ സമയം പോയി. ഇപ്പൊ സമയം എനിക്ക് തോന്നി 10 മണിയാവാൻ പോവാട്ടോ. സോ 10 മണിയായി, ഞങ്ങൾ വീട്ടിലെത്തി. കുളിച്ച് ഫുഡ് കഴിച്ച് കിടന്ന് ഉറങ്ങാൻ പോവാണ്. ചേച്ചി വന്നപ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചു. അതുകൊണ്ട് ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇനിയും കാണും വരേക്കും ബൈ.